ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിന് മുന്നോടിയായി നടന്ന ആദ്യ സൗഹൃദ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് സൗത്ത് അമേരിക്കൻ കരുത്തരായ ബ്രസീൽ സ്വന്തമാക്കിയിട്ടുള്ളത്. മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ 2-നെതിരെ 6 ഗോളുകൾക്കാണ് ബ്രസീൽ പനാമയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് ബ്രസീലിന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തേക്ക് വന്നിട്ടുള്ളത്. 2 ഇലവനുകളെ കാർലോ ആഞ്ചലോട്ടി ഈ മത്സരത്തിൽ പരീക്ഷിച്ചു. ആദ്യത്തെ പകുതിയിൽ കാസമിറോ, അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ, റാഫീഞ്ഞ തുടങ്ങിയ പ്രധാനപ്പെട്ട താരങ്ങൾ കളിച്ചു. രണ്ടാം പകുതിയിലാണ് കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം ലഭിച്ചത്. പക്ഷേ രണ്ടാം പകുതിയിലാണ് ബ്രസീൽ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത്. പ്രകടനത്തിന്റെ കാര്യത്തിലേക്ക് വരാം. മത്സരത്തിന്റെ 1-ാമത്തെ മിനിറ്റിൽ തന്നെ വിനീഷ്യസ് ജൂനിയറിന്റെ കിടിലൻ ഗോൾ പിറന്നു. കാസമിറോയുടെ ബോളുമായി മൈതാന മധ്യത്തിലൂടെ കുതിച്ച വിനീഷ്യസ് ജൂനിയർ ഒരു തകർപ്പൻ ലോങ് റേഞ്ച് ഷോട്ട് എടുക്കുകയായിരുന്നു. അത് ഗോളായി മാറി. അങ്ങനെ 1-ാമത്തെ മിനിറ്റിൽ തന്നെ വിനി ലീഡ് നേടിക്കൊടുത്തു. പക്ഷെ 14-ാമത്തെ മിനിറ്റിൽ ബ്രസീലിന് ഗോൾ വഴങ്ങേണ്ടി വന്നു. അതായത് പനാമയുടെ ഒരു ഫ്രീ കിക്ക് വരുന്നു, അത് ഡിഫ്ലക്റ്റഡ് ആകുന്നു. അങ്ങനെ ആലിസണ് അത് തടയാൻ കഴിയുന്നില്ല, അത് ഗോളായി മാറുകയാണ്. അതിന് 39-ാമത്തെ മിനിറ്റിലാണ് ബ്രസീൽ മറുപടി നൽകിയത്. വിനീഷ്യസ് ജൂനിയറുടെ ഒരു തകർപ്പൻ ക്രോസ് വരുന്നു, അത് ഹെഡറിലൂടെ കാസമിറോ ഗോളാക്കി മാറ്റി. അങ്ങനെ ആദ്യ പകുതിയിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് ബ്രസീൽ പനാമക്കെതിരെ മുന്നിട്ട് നിന്നത്. പക്ഷെ ആദ്യ പകുതിയിൽ ബ്രസീലിന്റെ പ്രകടനം മോശമായിരുന്നു. പൊസഷൻ കൂടുതൽ കൈവശം വെച്ചത് പനാമയായിരുന്നു. 2 ടീമുകളും ഒരുപോലെയാണ് ഷോട്ട് എടുത്തിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയറുടെ ഒരു വ്യക്തിഗത മികവാണ് ആദ്യ പകുതിയിൽ ബ്രസീലിനെ രക്ഷിച്ചത്. പക്ഷെ രണ്ടാം പകുതിയിൽ കളി മാറി. നമുക്കറിയാം, കാർലോ ആഞ്ചലോട്ടി മാറ്റങ്ങൾ വരുത്തി. അതേ തുടർന്ന് കൂടുതൽ ഗോളുകൾ നേടാൻ ബ്രസീലിന് സാധിച്ചു. 53-ാമത്തെ മിനിറ്റിൽ റയാന്റെ ഒരു ഗോൾ പിറക്കുകയായിരുന്നു. ഇഗോർ തിയാഗോയുടെ അസിസ്റ്റിൽ നിന്നാണ് റയാൻ ആ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, 60-ാമത്തെ മിനിറ്റിൽ ലുക്കാസ് പക്കാറ്റയുടെ ഒരു കിടിലൻ ഗോൾ വന്നു. ഡഗ്ലസ് സാന്റോസ് ആയിരുന്നു അതിന് അസിസ്റ്റ് നൽകിയത്. 63-ാമത്തെ മിനിറ്റിൽ ബ്രസീലിന് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. അത് പിഴവുകൾ ഒന്നും കൂടാതെ ഇഗോർ തിയാഗോ ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. പിന്നീട് 81-ാമത്തെ മിനിറ്റിൽ ബ്രസീലിന്റെ 6-ാമത്തെ ഗോൾ പിറന്നു. ഡാനിലോയാണ് ആ ഒരു ഗോൾ നേടിയിട്ടുള്ളത്. മധ്യനിരയിൽ കളിക്കുന്ന ഡാനിലോയാണ് ആ ഗോൾ നേടിയിട്ടുള്ളത്. ലുക്കാസ് പക്കാറ്റയാണ് അതിന് അസിസ്റ്റ് നൽകിയത്. അങ്ങനെ 81 മിനിറ്റിനുള്ളിൽ 6 ഗോളുകൾ ബ്രസീൽ നേടി. പക്ഷേ 84-ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ ലോങ് റേഞ്ച് ഷോട്ടിലൂടെ പനാമ 2-ാമത്തെ ഗോൾ കണ്ടെത്തി എന്നുള്ളതാണ്. അങ്ങനെ മുഴുവൻ സമയവും പിന്നിട്ടപ്പോൾ 2-നെതിരെ 6 ഗോളുകൾക്ക് ബ്രസീൽ ഈ മത്സരത്തിൽ വിജയിച്ച് കഴിയുകയായിരുന്നു. ബ്രസീൽ തന്നെയാണ് മികച്ച പ്രകടനം നടത്തിയത്. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ഒരു സമ്പൂർണ്ണ ആധിപത്യം പുലർത്താൻ ബ്രസീലിന് സാധിക്കുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.